1848 വാകത്താനം പള്ളിക്ക് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അനുവാദം നൽകുന്നത്. അന്നത്തെ മലങ്കര മെത്രാപ്പൊലീത്ത യൂയാക്കിം മാർ കൂറിലോസ് തിരുമേനിയാണ് സഭാപരമായ അനുവാദം 1848 നൽകുന്നത്. 1850 വാകത്താനം വലിയ പള്ളി കൂദാശ ചെയ്യപ്പെടുന്നത്. 1892 97 പരിശുദ്ധ പരുമല തിരുമേനി വാകത്താനം വലിയ പള്ളി താമസിച്ച് വിശുദ്ധ ബലി അർപ്പിക്കുവാൻ ഇടയായിട്ടുണ്ട് എന്ന് ചരിത്രം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നീട് 1964 വരെയുള്ള സമയങ്ങളിൽ കല്ലാശ്ശേരി ബാവ, വട്ടശ്ശേരി തിരുമേനി, പാമ്പാടി തിരുമേനി തുടങ്ങിയ പിതാക്കന്മാർ വാകത്താനം വലിയ പള്ളിയിൽ വരികയും താമസിക്കുകയും വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. 2008 വാകത്താനം വലിയ പള്ളിയുടെ ഇന്ന് കാണുന്ന പുതിയ ദേവാലയം കല്ലിട്ട് പണി ആരംഭിക്കുന്നത്. 2012 പുതിയ ദേവാലയം കൂദാശ ചെയ്യപ്പെട്ടു. ശതോത്തര പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനത്തിന് നവാഭിഷിക്തരായ മെത്രാപ്പൊലിത്തന്മാർക്ക് ഭദ്രാസനതല സ്വീകരണം നൽകിക്കൊണ്ടുള്ള മീറ്റിംഗിൽ വെച്ചാണ് വാകത്താനം പള്ളിയിൽ വെച്ച് ജൂബിലി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ജൂബിലിയുടെ ഭാഗമായി വാകത്താനം വലിയ പള്ളി ഇടവാംഗമായിരുന്ന പരിശുദ്ധ സഭയുടെ കാതോലിക്ക പരിശുദ്ധ ബെസേലിയോസ് ഗീവറീസ് പ്രഥമൻ ബാവാ തിരുമേനിയുടെ നാമത്തിൽ ഒരു സ്മൃതി മന്ദിരം കൂദാശ ചെയ്യപ്പെടുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് പാരീഷ് ഹോമിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതും കൂദാശ ചെയ്യപ്പെടുകയുണ്ടായി. പരിശുദ്ധ ബെസേലിയോസ് ഗീവറീസ് പ്രഥമൻ ബാവാ തിരുമേനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിടക്കയാണ് ഇവിടെ പ്രത്യേകമായി നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. പരിശുദ്ധ ബെസേലിയോസ് ഗീവറീസ് പ്രഥമൻ ബാവാ തിരുമേനി സ്വന്തം കൈകൊണ്ട് തുന്നിയ വിരിക്കൂട്ട്, മദ്ബഹായിലെ ഉപയോഗത്തിനുള്ള വിരിക്കൂട്ട് ആണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. തിരുമേനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പലവിധമായ പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ തിരുമേനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന കല്ലുകളുണ്ട്. തിരുമേനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെട്ടികൾ ഇവിടെയുണ്ട്. തിരുമേനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അംശവടിയുടെ പെട്ടി ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ പരിശുദ്ധ സഭയുടെ പ്രധാന പിതാക്കന്മാരുടെ എല്ലാ ചിത്രങ്ങൾ, പരിശുദ്ധ സഭയുടെ ചരിത്രപരമായ പ്രധാന മുഹൂർത്തങ്ങളുടെ ചിത്രങ്ങൾ എന്നിവ ഈ സ്മൃതി മന്ദിരത്തിൽ നമ്മൾ പ്രത്യേകമായി ക്രമീകരിച്ചിട്ടുള്ളതുമാണ്. പരിശുദ്ധ ബെസേലിയോസ് ഗീവറീസ് പ്രഥമൻ ബാവയാണ് പൗരസ്ത്യ കാതോലിക്കായുടെ സ്ഥാനചിഹ്നങ്ങളിൽപ്പെട്ട മുതലവായൻ മുടി, അൽമത്തി കാപ്പ, അഹ്റോന്റെ തളർത്ത വടി എന്നിവ സഹിതമുള്ള ആ വസ്ത്രധാരണ രീതി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്യുന്നു. അതിൽ പ്രധാനമായും പൗരസ്ത്യ കാതോലിക്ക അംശവസ്ത്രങ്ങൾ അണിഞ്ഞ് വയ്ക്കുന്ന തൊപ്പി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്യുന്നത് പരിശുദ്ധ ബെസേലിയോസ് ഗീവറീസ് പ്രഥമൻ ബാവാ തിരുമനസ്സുണ്ടായിരുന്നു. 178 വർഷം പഴക്കം ചെന്നതായ ഈ ദേവാലയത്തിൻ്റെ ഈ കോംപ്ലക്സും ഓഫീസ് കോംപ്ലക്സും പാരിഷവും സമുച്ചയവും ഈ വർഷം പുനർനിർമ്മിക്കുവാൻ ദൈവകൃപയാൽ സാധിച്ചു. വളരെ നല്ല രീതിയിൽ ആണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ ഇടയായിട്ടുള്ളതെന്നുള്ളത് ഈ സമയത്ത് സന്തോഷത്തോടെ ഓർക്കുകയും ചെയ്യുന്നു.